പിന്നെ സ്മൃതിയുടെ കേസിൽ എനിക്ക് വളരെ വിയോജിപ്പുണ്ട് സ്മൃതി പറഞ്ഞ പല കാര്യങ്ങളോട്. ഒന്ന്, സ്മൃതി പറഞ്ഞിട്ടുള്ള നിരവധി കാര്യങ്ങളുണ്ട്. സ്മൃതി ഒരു തവണ പറയുന്ന ഒരു വാചകം കിട്ടിയാൽ അമ്പരന്ന് പോയി. അതും കൂടി പറയാതിരിക്കാൻ പറ്റില്ല. സ്മൃതിയോടുള്ള എല്ലാ ബഹുമാനവും, എനിക്ക് വളരെ പ്രിയപ്പെട്ട ഒരാളുമാണ് സ്മൃതി. പക്ഷേ സ്മൃതിയോട് പറയാനുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, സ്മൃതി പറയാണ് വി ഡി സതീശൻ ഗോൾവാൾക്കറുടെ മുമ്പിൽ വിളക്ക് കത്തിച്ചതല്ലേ എന്ന് ചോദിക്കുമ്പോൾ സ്മൃതി പറയാണ് വിളക്ക് ഫോട്ടോയുടെ മുമ്പിൽ കത്തിച്ചതല്ല, പകരം ഫോട്ടോ പുറകിൽ ഉണ്ടായിരുന്നേ ഉള്ളൂ എന്ന് പറയുന്ന ഒരു ന്യായീകരണം ചമക്കേണ്ട ഒരു ബാധ്യതയും സ്മൃതിക്കില്ല. അത് ശരിക്കും പറഞ്ഞ ഒരു ജേർണലിസ്റ്റിക് ആയ ലോജിക്കില്ലായ്മയാണ് ആ കാണിച്ചിട്ടുള്ളതെന്ന്. രണ്ടാമത്തത്, വയനാട് ഫണ്ടാണോ വലിയ പ്രശ്നമെന്ന് ചോദിക്കുന്നത്, അത് വലിയ പ്രശ്നം തന്നെയാണ്. ഞാൻ വലിയ പ്രശ്നമാണെന്ന് പറഞ്ഞ് വീഡിയോ ചെയ്തിട്ടുള്ള ഒരാളാണ്. സ്മൃതി അറിയണം വയനാട് ഫണ്ട് വലിയ പ്രശ്നമാണ്. എന്തുകൊണ്ടാണ് വലിയ പ്രശ്നമാകുന്നത്? ആ വയനാട് ഫണ്ട് പിരിച്ചത് ഒരു ലോക്കൽ കമ്മിറ്റിയോ ഒരു പഞ്ചായത്ത് സെക്രട്ടറിയോ ഒന്നുമല്ല. വയനാട് ഫണ്ട് പിരിച്ചത് KPCC ആണ്. ആ KPCC പിരിച്ചതിനെ നിങ്ങൾ എന്ത് ചെയ്യുന്നു? സ്മൃതി ഒരു തവണ മീറ്റ് ദ എഡിറ്റേഴ്സിൽ നിന്ന് ന്യായീകരിക്കുന്നത് എന്താണെന്നറിയാമോ? മറ്റേ രക്തസാക്ഷി അല്ല, ഒരു മിനിറ്റ്, രക്തസാക്ഷി ഫണ്ട് തട്ടിയെടുത്തില്ല എന്നാണ്. അതൊന്നും കൊണ്ട് ന്യായീകരിക്കാൻ കഴിയുന്ന റീഹാബിറ്റേഷൻ എന്ന് പറയുന്നത് സമ്പൂർണ്ണമായിട്ട് ഭരണപക്ഷത്തിന്റെ ഒരു എന്താ കടമയാണ്. കടമയാണെന്ന് പറഞ്ഞു. ആ കടമയാണെന്നേ, ശരിയാണ്. പക്ഷെ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എന്തിനാ പടം പിടിക്കുന്നത്? അതാണ് അതിന്റെ പ്രശ്നം. ആ